ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു കൊറിയൻ ഡ്രാമയാണ്. നമ്മുടെ ഹീറോ ആരെങ്കിലും ടച്ച് ചെയ്താലോ അവർക്ക് ഫ്യൂച്ചറിൽ എന്താണോ നടക്കാൻ പോകുന്നത് അത് നമ്മുടെ ഹീറോയ്ക്ക് കാണാൻ കഴിയും. സോ ഇങ്ങനെയുള്ള ഒരു പവർ വെച്ച് ഹീറോയിനെ മീറ്റ് ചെയ്യുന്നു. പിന്നീട് എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത് അതാണ് കഥ. സോ വേഗം തന്നെ നമുക്ക് കഥയിലേക്ക് പോകാം. ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. അവൻ ഒരു ഡ്രസ് ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള ഒരു സെയിൽസ് ഗേള് ഹീറോയെ നോക്കി, സാർ നിങ്ങൾക്ക് മാത്രമായിട്ട് ഞാൻ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ബ്രാൻഡഡ് ഷർട്ട് വില കുറിച്ച് തരാം, 2500 രൂപയ്ക്ക് അത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാല് ഹീറോ ഇത് കേട്ട്, എന്ത് 2500 രൂപയോ, അതും ഈ ഷർട്ടിന്? ഇതേപോലുള്ളത് സ്ട്രീറ്റ് ബസാറിൽ നിന്ന് വാങ്ങാൻ കിട്ടും, 1000 രൂപയ്ക്ക് എനിക്കിത് തന്നാല് ഞാൻ ഇത് വാങ്ങാമെന്ന് പറയുവാണ്. സാർ സത്യമായും ഈ ഷർട്ട് കോസ്റ്റ്ലി ആണ്, നിങ്ങൾക്കായതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ ഇത് 2000 രൂപയ്ക്ക് തരാം, ഇതിലും കുറച്ച് കുറയ്ക്കാനായിട്ട് പറ്റില്ല, ഇത് ലിമിറ്റഡ് എഡിഷൻ ആണ്, ഇതേപോലുള്ളത് നിങ്ങൾക്ക് വേറെ എവിടെയും വാങ്ങാൻ കിട്ടില്ലെന്ന് പറയുവാണ്. ഹീറോ ഇത് കേട്ട്, ഓഹോ അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് ആ പെണ്ണിന്റെ കവിളിൽ കൈ വെക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത് കാണുന്നുണ്ട്. ഉടനെ അവൻ, ചുമ്മാ അഭിനയിക്കല്ലേ, ഇതേപോലുള്ള നിറയെ ഷർട്ടുകള് നിങ്ങൾ അകത്തും എടുത്ത് വെച്ചിട്ടില്ലേ, ഞാനിത് വാങ്ങിക്കൊണ്ട് പോയതിനു ശേഷം അവിടെയുള്ള ഷർട്ട് നിങ്ങൾ പിന്നെയും ഇവിടെ കൊണ്ടുവന്ന് വെക്കാനല്ലേ പോകുന്നേ, സോ മര്യാദയ്ക്ക് ഉടായി പിറക്കാതെ പറഞ്ഞതിലും കുറച്ച് വിലക്ക് എനിക്കിത് നീ തരണമെന്ന് പറയാണ്. സെയിൽസ് ഗേൾ ഇത് കേട്ട് ഷോക്കായി, ഇയാൾക്ക് ഇത് എങ്ങനെ അറിയാമെന്ന് ചിന്തിച്ചിട്ട് 1000 രൂപയ്ക്ക് ഷർട്ട് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോ ഹീറോ ഷർട്ടൊക്കെ വാങ്ങി പോകാൻ നേരം, ശരി ശരി നോക്കിക്കോ, ജോലിയൊക്കെ ചെയ്യുമ്പോ കൈയൊക്കെ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ട് പോകുവാണ്. ഹീറോ അവിടെ നിന്ന് പോയതിനു ശേഷം ആ സെയിൽസ് ഗേൾ പെണ്ണ് ഉള്ളിലിരിക്കുന്ന ഷർട്ടുകളെല്ലാം പിന്നെയും പുറത്ത് കൊണ്ടുവരാനായിട്ട് എടുക്കാനായിട്ട് നോക്കുമ്പോൾ അവളുടെ കൈ എങ്ങനെയോ മുറിയുന്നുണ്ട്. അതേസമയം ഇവിടെ ഹീറോ അത് സെൻസ് ചെയ്തിട്ട്, അതല്ലേ ഞാൻ പറഞ്ഞത്, കൈ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് നടന്നു പോകുവാണ്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ഹീറോ ഇതേപോലെ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോ ഒരു കടയില് ഭംഗിയുള്ള ഒരു വൈറ്റ് കളർ ഡ്രസ്സ് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നുണ്ട്. അത് കണ്ടതും ഈ ഭംഗിയുള്ള ഡ്രസ്സ് ഏത് സുന്ദരിയാണാവോ ധരിക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ചിട്ട് നോക്കി നിൽക്കുമ്പോ ഒരു സുന്ദരിയായ പെൺകുട്ടി വന്ന് ആ ഡ്രസ്സ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നോക്കിയാല് അതാണ് നമ്മുടെ ഹീറോയിൻ. അവൻ ഹീറോയിനെ നോക്കിക്കൊണ്ടേ, ശരിക്കും ഒരു മാലാക തന്നെ, എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞിട്ട് അവൻ ചിരിച്ചിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. നെക്സ്റ്റ് ഇപ്പോ നമ്മുടെ ഹീറോ അവന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇവര് രണ്ടുപേരും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കിയാല് ആക്ച്വലി ഹീറോയ്ക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റുന്ന പവർ ഉണ്ടല്ലോ, അതെന്തിനാ വെറുതെ ഇങ്ങനെ പാഴാക്കി കളയുന്നേ. അതുകൊണ്ട് ഇവന്മാര് രണ്ടുപേരും തന്നെ ഒരു ജോലിച്ച് നോക്കുന്ന പോലെയൊക്കെ സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി നിറയെ പേർക്ക് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവാണ്. അതേപോലെ നിറയെ കസ്റ്റമേഴ്സും അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഹീറോ അവിടേക്ക് വരുമ്പോ ഫ്രണ്ട് പറയും, ബ്രോ ഒരു പെൺകുട്ടി നിന്നെ കാണാൻ കുറെ നേരമായിട്ട് വന്നിരിക്കുവാണ്, നീ ചെന്ന് എന്താണെന്ന് നോക്കെന്ന് പറഞ്ഞാല് ഹീറോ നോക്കുമ്പോ ഒരു പെൺകുട്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഹീറോയും ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നിരിക്കുമ്പോ അവളാണെങ്കിൽ വലിയ എന്തോ കൺഫ്യൂഷനിലാണ് ഉള്ളത്. ഞാൻ വർക്ക് തുടരണോ വേണ്ടയോ എന്ന് എന്തോ ഒരു വലിയ കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത്. അപ്പോ ഹീറോ വന്ന് ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് ടച്ച് ചെയ്ത് നോക്കുമ്പോ ആ പെൺകുട്ടിക്ക് ഫ്യൂച്ചറിൽ എന്തോ നല്ല കാര്യം നടക്കാൻ പോകുന്ന പോലെ കാണുന്നുണ്ട്. സോ അതുകൊണ്ട് അവനും, നിങ്ങൾ ഒന്നും ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആകണ്ട, നിങ്ങളുടെ ജോലി നിങ്ങൾ വിട്ടേക്ക്, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതേ നടക്കുമെന്ന് പറഞ്ഞതും ശരി അവര് പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് അവിടെ ഓക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇപ്പോ ഹീറോ തിരികെ അവന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് വന്നാല് ഫ്രണ്ട് എവിടേക്കോ വായും പൊളിച്ച് നോക്കിയിരിക്കുന്നുണ്ട്. നീ എന്താടാ നോക്കുന്നതെന്ന് ചോദിച്ച് നോക്കിയാല് അവിടെ വേറെ 2 പെൺകുട്ടികളും ജോലിച്ച് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവരുമുള്ള കാര്യം നിനക്ക് എന്നോട് നേരത്തെ പറയാറുന്നില്ലേടാ, ശരി എന്തിനാ ഇപ്പോ നീ അവരെ അങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചാല്, ബ്രോ അതില് നീ ഒരു പെൺകുട്ടിയെ കണ്ടോ, അവളെനിക്ക് ഒരുപാട് ഇഷ്ടായടാ, ചിറകില്ലാത്ത മാലാകെ പോലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കിയാല് നമ്മുടെ ഹീറോ തിരിഞ്ഞു നോക്കുമ്പോ അത് വേറെ ആരുമല്ല, അവൻ ഇന്നലെ ഷോപ്പിൽ വെച്ച് കണ്ട അതേ പെൺകുട്ടി തന്നെയാണ്. നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട് ഉടനെ തന്നെ, ബ്രോ ചെല്ലടാ, പോയി അവർക്ക് എന്താ പ്രശ്നം എന്ന് അറിയില്ല, എന്നാലും ചെന്ന് നോക്കെന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞയക്കുവാണ്. ഹീറോയും ശരിയെന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഹീറോയിന്റെ കൂടെ അവളുടെ ഒരു ഫ്രണ്ട്, ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടാകും. പക്ഷെ ഹീറോ അധികം സംസാരിക്കാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഹീറോയിന്റെ കയ്യിലേക്ക് ടച്ച് ചെയ്താല് ഫ്യൂച്ചറിൽ നമ്മുടെ ഹീറോയിൻ മരിച്ചു പോകുന്ന പോലെ അവൻ കാണുന്നുണ്ട്. ഇത് കണ്ട അടുത്ത സെക്കൻഡിൽ അവൻ ഷോക്കായി കൈ തട്ടി മാറ്റുവാണ്. ഉടനെ അടുത്തിരിക്കുന്ന ഹീറോയിന്റെ ഫ്രണ്ട്, ഇത് നോക്ക് സാർ, കുറെ നാളുകളായിട്ട് ഇവളുടെ ബോയ് ഫ്രണ്ട് ഇവളുമായിട്ട് ഡേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ ഇതുവരെ അവന്റെ ലവ് ഇവളോട് തുറന്ന് പറഞ്ഞിട്ടേ ഇല്ല. അവൻ എപ്പോഴാണ് ലവ് തുറന്ന് പറയാൻ പോകുന്നതെന്ന് ഒന്ന് നോക്കി പറയാമോ എന്ന് ചോദിച്ചാല്, എന്ത് ബോയ് ഫ്രണ്ടോ, ഇപ്പോ നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ആണോ പ്രധാനം? എന്നിട്ട് അവൻ ഹീറോയിനെ നോക്കി, ഇത് നോക്ക്,
നിങ്ങളുടെ ജീവന് വലിയൊരു ആപത്തുണ്ട്, നിങ്ങൾ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതും ഉടനെ ഫ്രണ്ട് ഇത് കേട്ട് നല്ല ചൂടാകുന്നുണ്ട്. എന്ത്, താൻ തമാശ പറയാണോ? നീ ഒരു ഫ്രോഡാണോ? ഞങ്ങൾ എന്താ ചോദിച്ചാലും നീ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഞങ്ങൾ രണ്ടുപേരും ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത അത്രയ്ക്ക് നല്ല കുട്ടികളാണ്. ഞങ്ങളെയൊക്കെ ആര് കൊല്ലാനാ? ചുമ്മാ ഉടായ്പായിട്ട് ഇറങ്ങിക്കോളും, പണിയെടുത്ത് ജീവിക്കടോ എന്ന് പറഞ്ഞ് ടെൻഷനായിട്ട് അവൾ ഇറങ്ങി പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും വളരെ സോഫ്റ്റ് ആയിട്ട് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, എനിക്ക് മനസ്സിലാകും നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഇപ്പൊ ജോലി കിട്ടാൻ വളരെ പ്രയാസമാണ്. ഓക്കെ, പക്ഷെ അത് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ജീവിക്കാൻ പാടുണ്ടോ? ഇതാ ഈ പണം വെച്ചിട്ട് വേറെ എന്തെങ്കിലും നല്ലൊരു ജോലി ചെയ്ത് ജീവിക്കെന്ന് പറഞ്ഞിട്ട് പണം കൊടുത്തിട്ട് അവള് പോകുവാണ്. പക്ഷെ നമ്മുടെ ഹീറോയാണെങ്കിൽ ഇപ്പോഴും ഷോക്കിലാണുള്ളത്. ആ പെണ്ണ് മരിച്ചു പോകുമല്ലോ എന്ന്. അപ്പൊ അവന്റെ ഫ്രണ്ട് ഓടി വന്ന്, എന്താ ബ്രോ, നീ എന്താ കണ്ടതെന്ന് ചോദിച്ചാല്, ഇല്ലടാ, ആ പെണ്ണിനെ ആരോ ഹൈറ്റ് ഉള്ള ഒരു പ്ലേസിൽ നിന്ന് തള്ളിയിടുന്ന പോലെ, അവള് മരിച്ചു പോകുന്ന പോലെയാണ് ഞാൻ കണ്ടതെന്ന് പറയാണ്. ഉടനെ ഫ്രണ്ട് ഇത് കേട്ട്, ബ്രോ എന്താ നീ പറയുന്നേ? എന്റെ കൃഷി മരിച്ചു പോകുമെന്നോ? ഇല്ലടാ, അവളെ നീ മരിക്കാൻ വിടല്ലേ, എന്റെ ലവിനെ നീ മരിക്കാൻ വിടല്ലേ, അവളെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ എന്ന് പറഞ്ഞതും ഹീറോയും അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് എന്ന് പറഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ ഒരു മേക്കപ്പ് സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കടയിൽ അവരുടെ ഓണർ വന്നിട്ട്, ഇത് നോക്ക്, നമ്മുടെ സ്റ്റോറിലേക്ക് പുതിയതായിട്ട് ഒരു പയ്യൻ ജോലിക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു പയ്യൻ അവിടേക്ക് വിളിക്കുന്നുണ്ട്. നോക്കിയാൽ അവിടേക്ക് വരുന്നത് നമ്മുടെ ഹീറോ ആയിരിക്കും. പക്ഷെ ഹീറോയിൻ അവന്റെ അടയാളം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു തവണ കണ്ടതുകൊണ്ട് നമ്മുടെ ഹീറോയിനും മനസ്സിലാകുന്നില്ല. എന്നാലും ഇവൻ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ എന്ന് അവൾക്ക് ഫീൽ ആകുന്നുണ്ട്. ആക്ച്വലി ഹീറോയിൻ വർക്ക് ചെയ്യുന്ന പ്ലേസ് കണ്ടുപിടിച്ച് അവൾക്കൊരു ആപത്തും വരാതിരിക്കാനായിട്ട് ഇവന്റെ ഫ്രണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത്. ഇപ്പൊ അവൻ അതിങ്ങനെ ചിന്തിച്ചിട്ടേ, ഇതാണോടാ നീ പറഞ്ഞ നല്ല ഐഡിയ, എനിക്ക് ഇങ്ങനെ ഒരു പണി നീ തരണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേറെ വഴിയില്ലാതെ അവൻ പണിയെടുക്കാനായിട്ട് തുടങ്ങുവാണ്. അങ്ങനെ അവൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ റിയലൈസ് ചെയ്യുന്നത്, അല്ല, നമ്മൾ ഇവിടേക്ക് എന്തിനാ വന്നത്? ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ? അവളെ പിന്നെയും ചെന്ന് ടച്ച് ചെയ്താല് ഇനിയും അവളെ കുറിച്ച് നിറയെ ഇൻഫോർമേഷൻസ് കിട്ടും. അതുമാത്രല്ല, അവളുടെ മരണവും നമ്മളെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയാലോ എന്ന് പറഞ്ഞിട്ട് മടിച്ച് ഹീറോ പതിയെ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, അത് പിന്നെ എനിക്ക് ഇവിടെയുള്ള ഈ മേക്കപ്പ് ഐറ്റംസിനെ കുറിച്ച് അത്ര പിടിയൊന്നുമില്ല, അതുകൊണ്ട് അതിനെ കുറിച്ച് നിങ്ങൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതി തരാമോ എന്ന് ചോദിച്ചാല് ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവളും പേപ്പറും പേനയും എടുത്തെഴുതാനായിട്ട് തുടങ്ങുവാണ്. അയ്യോ അങ്ങനെയല്ല, നിങ്ങൾ അതെനിക്ക് എന്റെ കയ്യിൽ എഴുതി തന്നാ മതി, എന്നാലേ ഞാൻ അത് ഓർത്തിരിക്കൂ എന്ന് പറഞ്ഞതും ഓക്കെ അതിന് ശരിയെന്ന് പറഞ്ഞിട്ട് അവളും കയ്യിൽ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയത്തും ഹീറോയ്ക്ക് അവള് മരിച്ചു പോകുന്നുണ്ട്. അത് മാരോ അവളെ വലിയൊരു സ്ഥലത്ത് നിന്ന് തള്ളിയിടുന്ന പോലെയാണ് കാണുന്നത്. അതാരാണെന്നോ എന്താണെന്നോ അവൻ കാണുന്നില്ല. പക്ഷെ ഇനിയും കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാമെന്ന് കരുതിയാല് അവിടേക്ക് അപ്പോഴേക്കും കടയുടെ ഓണർ വന്ന് ഹീറോയിനോട്, ഇത് നോക്കുമോളെ, നിനക്ക് കുറച്ചുകൂടി വർക്കുണ്ട്, പുറത്തിരിക്കുന്ന തിങ്സ് എല്ലാം നീ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കണമെന്ന് പറഞ്ഞാല് ഉടനെ ഹീറോയും ഞാനും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. കാരണം അവൻ ഇപ്പോ ഇവൾക്ക് ശരിക്കും ഫ്യൂച്ചറിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയണം, അതിനു വേണ്ടിയാണ്. അങ്ങനെ അവൻ സ്റ്റോർ റൂമിൽ വന്ന് തിങ്സുകളൊക്കെ എടുത്തു വെക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഹീറോയിനെ നൈസായിട്ട് ടച്ച് ചെയ്യാനായിട്ട് അവൻ നോക്കുന്നുണ്ട്. പക്ഷെ അവന് പറ്റുന്നില്ല. ഹീറോയിൻ താഴെ ഇരിക്കുന്ന ബോക്സുകളൊക്കെ മുകളിലത്തെ റാക്കിൽ എടുത്തു വെക്കാനായിട്ട് നോക്കുമ്പോൾ ഹീറോയ്ക്ക് വേറെ വഴിയേ ഇല്ല. അവൻ അവളുടെ കാലിലെങ്കിലും ടച്ച് ചെയ്യാമെന്ന് കരുതിയിട്ട് ഫ്യൂച്ചർ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടേ അവളെ തൊടാനായിട്ട് പതിയെ കൈകൾ കൊണ്ടുവരുമ്പോ ഹീറോയിൻ തിരിഞ്ഞ്, നീ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുവാണ്. ഇവനും പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ്, ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിലെ വർക്കൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നുണ്ട്. അങ്ങനെ അന്നത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഹീറോ പുറത്തേക്ക് വരുമ്പോ ഹീറോനും അവന്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോ ഹീറോ അവളോട് ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ? നിനക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ലേ? അവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഹീറോ പറയും, ഇല്ല, എനിക്ക് അച്ഛനും അമ്മയും ഇല്ല, ഇപ്പോ എനിക്ക് ആകെപ്പാടെ ഉള്ളത് എന്റെ ബോയ് ഫ്രണ്ട് മാത്രമാണ്. പക്ഷെ എന്നാലും അവൻ ഇത്ര നാളും എന്റെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നേ. ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവന്റെ ലവ് ഇതുവരെ എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല, പ്രൊപ്പോസ് പോലും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. ഹീറോയിനും ഓ അങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് സംസാരിച്ചുകൊണ്ട് നടന്നു വരുമ്പോ അവിടേക്ക് കറക്റ്റ് ആയിട്ട് ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് വരുന്നുണ്ട്. സോ ഹീറോയിനും ശരി ഓക്കെ ഞാൻ പോകുവാണ്, നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോകുന്നുണ്ട്. ഹീറോയും ഒരു ഡൗട്ടോട് കൂടി നോക്കിയിട്ട് അവിടെ നിന്ന് നടന്നു പോകുവാണ്. കട്ട് ചെയ്താലും നെക്സ്റ്റ് ഹീറോ നേരെ അവന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് വരുമ്പോ ഫ്രണ്ട് വളരെ ക്യൂരിയസ് ആയി, എന്താ ബ്രോ, നീ എന്തെങ്കിലും കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുവാണ്. ഒന്ന് പോടാ, എനിക്ക് അവളെ തൊടാൻ പോലും പറ്റിയില്ല. അതൊക്കെ നിക്കട്ടെ, അവൾക്ക് പ്രശ്നമൊന്നും വരാതെ നോക്കിയാല് നീ എനിക്ക് ഡ്രോൺ തരാമെന്ന് പറഞ്ഞില്ലേ, ആ ഡ്രോൺ ആദ്യം താ എന്ന് ചോദിച്ചാല് ഇവന് പറഞ്ഞ പോലെ ആ ഡ്രോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ഹീറോയിന്റെ പിന്നാലെ അധികം ഫോളോ ചെയ്ത് പോകാൻ പറ്റിയില്ല.
കാരണം അവസാനം അവളുടെ ബോയ് ഫ്രണ്ട് അവിടേക്ക് വന്നെന്ന് പറഞ്ഞതും ഇത് കേട്ടതും ഫ്രണ്ടിന് മുഖം ആകെ മാറുന്നുണ്ട്. എന്ത് ബോയ് ഫ്രണ്ടോ? ശരി, അവൻ കാണാൻ എങ്ങനെയാ? എന്നെക്കാളും സുന്ദരനാണോ എന്നൊക്കെ ചോദിച്ചാല് ഹീറോ, നിനക്ക് അതാണല്ലോ ഇപ്പൊ മുഖ്യം. ഞാനാണെങ്കിൽ ആ പെണ്ണിനെ എങ്ങനെ രക്ഷിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രല്ല, സ്റ്റോറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു പയ്യൻ ഹീറോയിനെ തന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അവൻ ആരാണെന്ന് എന്താണെന്നോ ഇതുവരെ അറിയില്ലെന്ന് പറയുവാണ്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഡേ ഹീറോ പിന്നെയും ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. ഇന്നെങ്കിലും ഹീറോയിനെ ടച്ച് ചെയ്യണമെന്ന് കരുതി അവൻ ആലോചിക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് അവിടേക്ക് ഷോപ്പിന്റെ ഓണർ ലേഡി വരുന്നത്. ഹേയ്, ഇന്ന് നൈറ്റ് ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു വെൽക്കം പാർട്ടി വെച്ചിട്ടുണ്ട്, സോ പബ്ബിലേക്ക് പോകാമെന്ന് വിളിച്ചാല് ഞാനില്ല, ഞാൻ വരുന്നില്ലെന്ന് അവൻ പറയുവാണ്. ഉടനെ അവരെ ഹീറോയുടെ കൈ പിടിച്ച് ഫോഴ്സ് ചെയ്ത് വിളിക്കാനായിട്ട് തുടങ്ങിയതും അവരുടെ ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഇവനെ കാണാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് ഇവർ കരഞ്ഞുകൊണ്ട് ഹീറോയിന്റെ നെയിം അലറി വിളിക്കുന്നത് പോലെയാണ് അവൻ കാണുന്നത്. ഉടനെ ഹീറോ ഇത് കണ്ടതും ഇനി ഇവർ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹീറോയിന് ഇന്നായിരിക്കും ആപത്ത് വരാൻ പോകുന്നേ, നമ്മളും കൂടെ പോകുന്നതാണ് ബുദ്ധി എന്ന് ചിന്തിച്ചിട്ട് അവനും പാർട്ടിക്ക് വരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. ദെൻ കട്ട് ചെയ്താലെ നൈറ്റ് പാർട്ടിയിലാണ് കാണിക്കുന്നത്. പാർട്ടിയിൽ എല്ലാവരും ഡ്രിങ്ക് ഒക്കെ ചെയ്ത് നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പക്ഷെ പെട്ടെന്നാണ് അവിടേക്ക് 3 കുടിയന്മാര് പയ്യന്മാര് കയറി വന്ന് പ്രശ്നമുണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത്. ഹീറോ ഗേൾസിന്റെ മുമ്പിൽ പവർ കാണിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് വന്ന്, നീയൊക്കെ ആരാടാ, ഇവിടെ എന്തിനാ വന്നതെന്ന് ചോദിച്ചാല് അവന്മാർ ഒരൊറ്റ പഞ്ചാണ്. അത്രേ ഉള്ളൂ. അതോടെ നമ്മുടെ ഹീറോയുടെ ബോധവും പോകുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതും ഹീറോ കണ്ണു തുറന്ന് നോക്കിയാല് ഹീറോയിൻ അവന്റെ അടുത്ത് തന്നെ ഉണ്ട്. നിനക്കൊന്നും പറ്റിയില്ലല്ലോ, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുവാണ്. ഇവൻ ഒന്നുകൂടെ എഴുന്നേറ്റിരുന്ന് നോക്കിയാല് ഇപ്പോ ഇവൻ അടിച്ചിട്ട അവന്മാരും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളും ചേർന്ന് ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഉടനെ ഹീറോയിനും, നിന്നോടാരാ ഓവറായിട്ട് റിയാക്ട് ചെയ്ത് ചെന്ന് അടി വാങ്ങാൻ പറഞ്ഞത്? അവരും ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണെന്ന് പറയുവാണ്. ഇത് കേട്ട ഹീറോ, അപ്പൊ ഞാനാണല്ലേ വെറുതെ എടുത്തു ചാടി അടി വാങ്ങി കൂട്ടിയതെന്ന് ചിന്തിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് ഇവരുടെ ഷോപ്പ് ഓണർ ലേഡി ഹീറോയിന്റെ നെയിം വിളിച്ച് അലറാനായിട്ട് തുടങ്ങുന്നത്. ഹീറോ ഇത് കണ്ടതും ഇതല്ലേ നമ്മൾ അവരെ ടച്ച് ചെയ്തപ്പോ കണ്ട സീൻ എന്ന് ചിന്തിക്കുവാണ്. ഇവരെന്തിനാ ഇങ്ങനെ കടന്ന് അലറുന്നതെന്ന് ഹീറോയിനോട് ചോദിച്ചാല്, അവള് കുടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെയാ, ഒരാവശ്യമില്ലാതെ എന്റെ പേരിങ്ങനെ വിളിച്ച് അലറിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞതും ഹീറോ ഉടനെ, എന്റെ പവർ എനിക്കപ്പോ പണി തരാൻ തുടങ്ങി, ആവശ്യമില്ലാതെ വന്ന് അടി വാങ്ങിയല്ലോ എന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. നെക്സ്റ്റ് പാർട്ടി കഴിഞ്ഞ് ഹീറോ പോകാൻ നേരം ഹീറോയിനും അവന്റെ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് ഇവളൊരു ഊഞ്ഞാല കാണുന്നുണ്ട്. ഉടനെ തന്നെ ഹീറോയിൻ അതിൽ കയറിയിരുന്ന് ആടാനായിട്ട് തുടങ്ങുവാണ്. എന്നിട്ട് ഹീറോയെ നോക്കി, നീ ഇതിൽ കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ഹീറോ, ആരോടെ, എന്നോടാണോ? ഞാൻ ഇതിൽ ഇരുന്ന് മാത്രമല്ല നിന്ന് വരെ അഭ്യാസം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ എനിക്ക് കമ്പനിക്ക് വേറൊരാൾ കൂടി വേണമെന്ന് പറഞ്ഞതും ഉടനെ ഹീറോയിനും, ഞാൻ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ കൂടെ ചേർന്ന് നിന്ന് ഒന്നിച്ച് ഊഞ്ഞാലിൽ നിന്ന് ആടാനായിട്ട് തുടങ്ങുവാണ്. അപ്പോ ഇവര് രണ്ടുപേരും വളരെ ക്ലോസ് ആകുന്നുണ്ട്. ആ സമയത്ത് രണ്ടുപേർക്കും തമ്മിൽ ലൈറ്റ് ആയിട്ട് ക്രഷ് ഒക്കെ വരാനായിട്ട് തുടങ്ങുവാണ്. ഉടനെ ഹീറോയിന് പെട്ടെന്ന് അത് റിയലൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് ചിന്തിച്ചിട്ടേ, ശരി മതി, ടൈം ഒരുപാടായി, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങി നടക്കാനായിട്ട് തുടങ്ങുവാണ്. ആ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഹീറോയിനോട് എന്തോ ഒരു ഫീലിംഗ് സ്റ്റാർട്ട് ആകുന്നുണ്ട്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ഷോപ്പിലാണ് കാണിക്കുന്നത്. ഹീറോയിൻ വർക്ക് ചെയ്യുമ്പോൾ അവൾ ഒരു വലിയ ഹൈ ഹീല് ധരിച്ചിട്ടുണ്ടാകും. സോ അവൾക്ക് ശരിയായിട്ട് നടക്കാനും പറ്റുന്നില്ല, ലൈറ്റ് ആയിട്ട് പെയിനും തോന്നുന്നുണ്ട്. ഞൊണ്ടിയാണ് അവള് നടക്കുന്നത്. ഇത് നമ്മുടെ ഹീറോ നോട്ടീസ് ചെയ്ത് എന്താ ചെയ്യുന്നെന്ന് നോക്കിയാല് അവളെ അടുത്തുള്ള ഒരു സ്റ്റോറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, നിനക്ക് ഹീൽസ് ഇട്ട് നടക്കുമ്പോ കാല് വേദനിക്കുന്നില്ലേ, പിന്നെ എന്തിനാ പിന്നെയും അത് ധരിച്ചിരിക്കുന്നത്, ആ ദൂരി മാറ്റെന്ന് പറഞ്ഞിട്ട് ആ ഹീൽസിന് പകരം അവനൊരു ഷൂ വാങ്ങി കൊടുക്കുവാണ്. ഹീറോയിനും സന്തോഷത്തോടെ അത് വാങ്ങിയിടുന്നുണ്ട്. രണ്ടുപേരും ഒന്നിച്ച് പുറത്തേക്ക് വരുമ്പോ ആ സമയത്താണ് കറക്റ്റ് ആയിട്ട് ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് അവിടേക്ക് വരുന്നത്. അവൻ വന്ന ഉടനെ തന്നെ ഹീറോയെ ഒരുമാതിരി പേടിപ്പിക്കുന്ന രീതിയിൽ നോക്കിയിട്ട് ഹീറോയിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയും ഒരു വിധത്തിൽ സാഡ് ആയിട്ട് തിരികെ ഷോപ്പിലേക്ക് വരുമ്പോ അവിടെ ഉണ്ടായിരുന്ന ഹീറോയിന്റെ ഫ്രണ്ട് ഇത് കണ്ടിട്ട്, ഹേയ് സത്യം പറയടാ, നിനക്ക് ഹീറോയിനെ ഇഷ്ടല്ലേ എന്ന് ചോദിക്കുവാണ്. ഇവൻ ഉടനെ ഒന്നും അറിയാത്ത പോലെ, അങ്ങനെയൊന്നുമില്ലല്ലോ, നീ ചുമ്മാ കഥ ഉണ്ടാക്കി പറയല്ലേ, എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സും ഇല്ലെന്ന് അവൻ പറയുവാണ്. ചുമ്മാ അഭിനയിക്കല്ലേ, എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്, അവളെ നീ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, നീ അവളെ കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ, നിനക്ക് അവളെ ഇഷ്ടമാണെന്നല്ലേ, പിന്നെ നീ എന്തിനാ മറച്ചു പിടിക്കുന്നേ? പക്ഷെ ഇവൻ ഇതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നേ ഇല്ല. അയ്യോടാ പാവം, അവൾക്കാണെങ്കിൽ ഓൾറെഡി തന്നെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അങ്ങനെയുള്ളപ്പോ നിനക്ക് അവളോട് ഫീലിങ്സ് തോന്നിയാല് ലാസ്റ്റ് നീ തന്നെ ആയിരിക്കും വിഷമിക്കാൻ പോകുന്നേ. ഒരു വിധത്തിൽ പറഞ്ഞു വന്നാല് നിന്നെ പോലെ തന്നെയാണ് ഞാനും. കുറെ നാളുകളായിട്ട് ഞാനും എന്റെ സിംഗിൾ ലൈഫാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഉടനെ ഹീറോ അവളുടെ കൈ ടച്ച് ചെയ്ത് അവളുടെ ഫ്യൂച്ചർ നോക്കുന്നുണ്ട്. ഹേയ്, നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് ഒരു പയ്യൻ നിന്നെ വന്ന് പ്രൊപ്പോസ് ചെയ്യും, അതും റൊമാൻറ്റിക് ആയിട്ട് പാട്ട് പാടി തന്നെ പ്രൊപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞതും ഫ്രണ്ട് ഇത് കേട്ടി പൊട്ടിച്ചിരിച്ചിട്ട്,
നിനക്ക് നന്നായിട്ട് തമാശ പറയാൻ അറിയാലേ. ശരി ശരി, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ തമാശ പറയുന്നത് നല്ലതാ, കേൾക്കാനും നല്ലൊരു സുഖമുണ്ടെന്ന് പറഞ്ഞിട്ട് അവള് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുവാണ്. നെക്സ്റ്റ് അന്നത്തെ ഹീറോയുടെ വർക്കും കഴിഞ്ഞ് അവൻ വെളിയിലേക്ക് വരുമ്പോ ഹീറോയിനും തിരികെ ബസ്സിൽ പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ അവളെ കണ്ടതും അവളുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. ഇവനെ കണ്ട അവളും എന്താ നീ ബസ്സിൽ വരുന്നേ, ഇതിനു മുമ്പ് നിന്നെ ഈ ബസ്സിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാല് ഹീറോ ഉടനെ ഇല്ല, അത് പിന്നെ ഞാൻ വേറെ വേറെ ബസ്സിലായിരിക്കും ട്രാവൽ ചെയ്യാറ്, അതുകൊണ്ടായിരിക്കും നീ എന്നെ കാണാത്തതെന്ന് പറഞ്ഞ് ഒരു വിധത്തില് പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. അവളും ഓ അങ്ങനെയാണോന്ന് ചോദിച്ച് അവര് രണ്ടുപേരും സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. കുറച്ചു കഴിഞ്ഞതും ഹീറോയിന് ഉറക്കം വന്ന് തൂങ്ങി ഹീറോയുടെ തോളിലേക്ക് തന്നെ ചാഞ്ഞു വീഴുന്നുണ്ട്. ഹീറോ ഇത് കണ്ടതും ഈ ചാൻസ് പാഴാക്കാൻ പാടില്ല, ഇനി അവളെ ടച്ച് ചെയ്യാൻ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല, സോ ഇപ്പോ ഈ ചാൻസ് യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവളെ ടച്ച് ചെയ്യുന്നുണ്ട്. അന്നേരത്ത് നമ്മുടെ ഹീറോയിൻ ഏതോ ഒരു സ്റ്റെപ്പിൽ നിൽക്കുന്നുണ്ട്. ആരും അവളെ താഴേക്ക് തള്ളി വിടുവാണ്. ഈ ഒരു സീൻ മാത്രമേ അവനെ കൊണ്ട് കാണാൻ പറ്റുന്നുള്ളൂ. ഇത് കണ്ടതും അവൻ ഓ അങ്ങനെയാണെങ്കിൽ ഇവള് സ്റ്റെപ്പിൽ നിൽക്കുമ്പോഴാണ് ഇവൾക്ക് അപകടം സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നേരെ പിന്നെയും അവന്റെ ഫ്രണ്ടിനെ വന്ന് കണ്ട് അവൻ കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉടനെ അവന്റെ ഫ്രണ്ടും എന്ത് സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് തള്ളി വിട്ടെന്നോ, അങ്ങനെയാണെങ്കിൽ അത് ആ പെണ്ണിന്റെ വീട്ടിലെ സ്റ്റെപ്പിലും ആയിരിക്കാമല്ലോ, നീ എന്തിനാണ് അവളെ അങ്ങനെ വിട്ടിട്ട് വന്നത്, അവളുടെ വീട്ടിലേക്ക് നിനക്ക് പോകായിരുന്നില്ലേ എന്ന് ചോദിച്ചാല് അതെ, ഇനി അവളുടെ വീട്ടിൽ കൂടി ഫോളോ ചെയ്ത് പോയിട്ട് വേണം അവൾ എന്നെ ചെരിപ്പൂരി അടിക്കാൻ, നീ എന്താ തമാശ പറയാണോ, ആരെങ്കിലും കണ്ട് തെറ്റിദ്ധരിച്ചാല് എന്റെ കഥ തീർന്നു, അതും ഞാൻ അവളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാല് വല്ല സ്റ്റോക്കർ ആണെന്ന് വിചാരിച്ച് അവള് പോലീസിന് പിടിച്ചു കൊടുക്കും, പിന്നെ എന്റെ ലൈഫ് കോഞ്ഞാട്ടയായെന്ന് പറഞ്ഞതും ഉടനെ ഫ്രണ്ടും എന്നാലും ബ്രോ അവള് പാവല്ലേടാ, അവളെ നീ ഇങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ, പ്ലീസ് ഡാ അവളെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യടാ എന്ന് പറഞ്ഞ് ഒരുപാട് കെഞ്ചുന്നുണ്ട്. അതുകൊണ്ട് ഹീറോയും വേറെ വഴിയില്ലാതെ എങ്ങനെ ഹീറോയിന്റെ വീടിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കുമെന്ന് ചിന്തിച്ചിട്ട് നെക്സ്റ്റ് ഡേ വർക്കിനും വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കടയുടെ ഓണർ ലേഡി വന്ന് ഇത് നോക്കുമോനെ, എന്റെ ലാപ്ടോപ്പ് റിപ്പയർ ആയി, നീ ഇതൊന്ന് ശരിയാക്കി തരാമോ എന്ന് ചോദിച്ചാല് അവനും ആ ലാപ്ടോപ്പ് വാങ്ങി നോക്കുന്നുണ്ട്. നോക്കിയാൽ അത്ര വലിയ പണിയൊന്നുമില്ല. അപ്പോഴാണ് ഹീറോയ്ക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുന്നേ. ഉടനെ അവൻ ആ ലേഡിയോട് മാഡം എനിക്ക് നല്ല തലവേദനിക്കുന്നുണ്ട്, ഒരു കോഫി ഇട്ട് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചാല് ദാ ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഓണർ ലേഡിയും അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ഗ്യാപ്പില് ഹീറോയിന്റെ വീട് അവൻ കഷ്ടപ്പെട്ട് തപ്പിയെടുത്ത് ഒരു നോട്ടിൽ എഴുതി വെച്ചിട്ട് പിന്നീട് അവൻ എന്തോ കഷ്ടപ്പെട്ട് റെഡിയാക്കി എടുത്ത പോലെ ഇതാ മാഡം എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, ഇനി ഒരു പ്രശ്നവും വരില്ലെന്ന് പറഞ്ഞിട്ട് അവർക്ക് തിരികെ കൊടുക്കുവാണ്. എന്നിട്ട് നേരെ ഹീറോയിനെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അതേ സമയത്താണ് ഹീറോയിനും അവളുടെ വർക്ക് കഴിഞ്ഞ് ബോയ് ഫ്രണ്ടിന്റെ കൂടെ തിരികെ വീട്ടിലേക്ക് വരുന്നത്. ആക്ച്വലി നമ്മുടെ ഹീറോയിന് അച്ഛനും അമ്മയും ആരും ഇല്ലാത്തത് കൊണ്ടും ആകെയുള്ള ഈ ഒരു ബന്ധം കൂടി വിട്ടുപോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അവനോട് ലവ് എങ്ങനെയെങ്കിലും തുറന്ന് പറയിപ്പിക്കാൻ വേണ്ടിട്ട് നീ എപ്പോഴാ ഫോറിലേക്ക് പോകുന്നേ, വേഗം തിരികെ വരുവോ, എനിക്ക് ഒരുപാട് മെസ്സേജ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാല് അവനും 1 വീക്കിലൊക്കെ പോകുമെന്ന് പറയുവാണ്. അപ്പോ ഹീറോയിനും ശരി നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാല് പറയാനോ, എന്ത് പറയാൻ, അങ്ങനെ വലുതായിട്ടൊന്നും പറയാനില്ലല്ലോ എന്ന് അവൻ ചുമ്മാ കാഷ്വൽ ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഹീറോയിന് കുറച്ച് വിഷമാകുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഹീറോയും നമ്മുടെ ഹീറോയിനെ തേടി അവളുടെ വീടിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഹീറോയിനും ബോയ് ഫ്രണ്ടും കാറിൽ വന്ന് ഇറങ്ങുന്നത്. ഇവരെ കണ്ട് അവനും വേഗം പോയി മറഞ്ഞു നിൽക്കുവാണ്. ഇപ്പോ ഇറങ്ങി വന്ന ബോയ് ഫ്രണ്ടും ഹീറോയിനോട് ശരി നീ സേഫ് ആയിട്ട് വീട്ടിലേക്ക് പോ എന്ന് പറഞ്ഞിട്ട് അവളുടെ നെറ്റിയിൽ കിസ് കൊടുക്കുന്നുണ്ട്. ഇത് ഒളിഞ്ഞിരുന്ന് ഹീറോ വാച്ച് ചെയ്യുന്നത് നമ്മുടെ ഹീറോയിനും കാണുന്നുണ്ട്. ഉടനെ അവളും എന്താ നീ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നേ, പുറത്തേക്ക് ഇറങ്ങി വാ എന്ന് വിളിച്ചാല് ഹീറോയും ഒരു വളിച്ച ചിരിയോടുകൂടി ഇല്ല അങ്ങനെ ഒന്നുമില്ല, വേറെ ഏതോ കപ്പിൾസ് ആയിരിക്കും എന്ന് കരുതിയാ ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതിയാ മാറുന്നത് എന്ന് പറയുവാണ്. ഓ അങ്ങനെയാണോ, ശരി ഇത് നോക്ക് ഇതെന്റെ ബോയ് ഫ്രണ്ട് ആണ്, പിന്നെ ഇത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നുണ്ട് അവള്. പക്ഷെ പിന്നെയും ബോയ് ഫ്രണ്ട് ഹീറോയെ ഒരുമാതിരി പേടിപ്പിക്കുന്ന രീതിയിൽ അടിമുടി നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ഹീറോയ്ക്ക് ഇഷ്ടമാകുന്നില്ല. ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോയിനും ഒന്നിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോയിൻ അവനോട് പറയുന്നുണ്ട് ഞാൻ എത്രയൊക്കെ അവനെ കൊണ്ട് അവന്റെ ലവ് പറയിപ്പിക്കാൻ ശ്രമിച്ചാലും അവൻ എന്നോട് പറയുന്നേ ഇല്ല, ഇനി സത്യത്തില് അവൻ എന്നോട് ലവ് ഉണ്ടായിരിക്കില്ലേ, നീ പറ, നീയും ഒരു ബോയ് അല്ലേ, ഞാൻ എന്താ ലവ് ചെയ്യാൻ കൊള്ളില്ലാത്ത പെണ്ണാണോ എന്ന് ഒരുമാതിരി സാഡ് ആയിട്ട് ചോദിച്ചാല് ഹീറോ അങ്ങനെ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവളെ കംഫോർട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അവള് ദൂരെ കാണുന്ന ഒരു ടവർ കാണിച്ചിട്ടേ ആ ടവർ കണ്ടോ, ആ ടവറിന് മുകളിൽ നിന്ന് ആര് പ്രപ്പോസ് ചെയ്താലും അവരവസാനം വരെ പിരിയില്ലത്രേ. അതുമാത്രല്ല ആ ടവറിലെ കപ്പിൾസിന്റെ നെയിം എഴുതി ലോക്ക് ചെയ്ത് വെച്ചാല് അവർ ഈ ജന്മത്തില് മാത്രമല്ല എല്ലാ ജന്മത്തിലും ഒരുമിച്ചിരിക്കാം. പക്ഷെ എനിക്കാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത്, ഇനി ഒരു പക്ഷേ അവന് ലവ് ചെയ്യുന്നത്ര വെറുത്തല്ല ഞാനെന്ന് തോന്നുന്നു എന്ന് അവള് പറഞ്ഞതും
നീ അങ്ങനെയൊന്നും പറയല്ലേ. ഈ ലോകത്തിലെ മോസ്റ്റ് വർത്ത് ആയ പേഴ്സൺ നീ തന്നെയാണ്. നീ നിന്നെ തന്നെ ഡൗൺ ആക്കി കാണല്ലേ എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചതും അവൾക്ക് ഇതൊക്കെ കേട്ടതും ഒരുമാതിരി ആകുന്നുണ്ട്. ഹീറോയിന് അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുമ്പോ ഹീറോ അവളോട് പറയുന്നുണ്ട്, ഇത് നിന്റെ ലൈഫാണ്, അതെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നീ തന്നെയാണ് തീരുമാനിക്കുന്നത്. സോ നല്ല പോലെ ചിന്തിച്ച് നല്ലൊരു തീരുമാനം എടുക്കെന്ന് പറഞ്ഞിട്ട് അവൻ പോകുവാണ്. അങ്ങനെ ഹീറോ തിരികെ അവന്റെ വീട്ടിലേക്ക് വരുമ്പോ നേരത്തെ ഹീറോയിന് സ്റ്റോറിലായിരിക്കുമ്പോ ഒരുത്തൻ അവളെ തന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ, അവൻ അവിടെ സസ്പീഷ്യസ് ആയ രീതിയിൽ കറങ്ങി നടക്കുന്നത് കാണുന്നുണ്ട്. ഉടനെ തന്നെ ഹീറോ അവനെ പിടിച്ചു നിർത്തി, ഏയ് ആരാ നീ, എന്തിനാ നീ ആ പെൺകുട്ടിയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാല് ഉടനെ അവൻ ഹീറോയുടെ വയറ്റിൽ ഒരു കുത്തു കൊടുത്തിട്ട് ഓടിക്കളയുവാണ്. പാവം ഹീറോയ്ക്കും അതുകൊണ്ട് അവനെ ഫോളോ ചെയ്ത് പോകാനും പറ്റുന്നില്ല. പക്ഷെ നെക്സ്റ്റ് ഡേ മുതൽ ഹീറോ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് തുടങ്ങും. ഹീറോയിന് ചുറ്റും സംശയിക്കുന്ന രീതിയിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ അവൻ മാറി നിന്ന് വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഇത് ശ്രദ്ധിക്കുന്ന നമ്മുടെ ഹീറോയിന് ഫ്രണ്ട് അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ വയറ്റിൽ ഒരു കുത്തു കൊടുത്തിട്ട്, നീ എന്താടാ അവളെ നോക്കി തിന്നുവാണോ, മെല്ലെ ഒക്കെ നോക്കിയെന്ന് പറഞ്ഞ് കളിയാക്കിയതും ഇവൻ വേദന കൊണ്ട് അലറാനായിട്ട് തുടങ്ങുവാണ്. അയ്യോ നിനക്ക് എന്താ പറ്റിയത്, ഞാൻ പതുക്കേലെ അടിച്ചോളൂ എന്ന് പറഞ്ഞ് ഹീറോയുടെ ഷർട്ട് പൊക്കി നോക്കിയാല് അവന്റെ വയറ് നല്ല രീതിയിൽ വീങ്ങിയിരിക്കുന്നത് കാണുന്നുണ്ട്. ഹേയ് എന്താ ഇത്, നിന്നെ ആരെങ്ങനെ ഉപദ്രവിച്ചതെന്ന് ചോദിച്ചാല് ഹീറോയും ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുപോയി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ഫ്രണ്ട്, ഏയ് അത്രേ ഉള്ളോ, ആരെങ്കിലും അവളോട് വൺ സൈഡ് ലവ് ചെയ്യുന്നവൻ ആരെങ്കിലും ആയിരിക്കും. കാരണം എനിക്ക് ഹീറോയിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ചെറിയ വയസ്സ് മുതലേ അവൾ ഒരു ഏഞ്ചലിനെ പോലെ ആയിരുന്നു. നല്ല അച്ചടക്കമുള്ള ഒരു സുന്ദരി പെൺകുട്ടി. അതുകൊണ്ട് അന്ന് മുതലേ നിറയെ ചെക്കന്മാർ ഇവളുടെ പുറകെ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും നീ കണ്ടതെന്ന് പറഞ്ഞാല്, ഏയ് ഇത് അങ്ങനെയൊന്നല്ല, അവന്റെ മോട്ടീവ് അങ്ങനെയായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് ഹീറോ പറയുവാണ്. പക്ഷെ ഫ്രണ്ട് അത് വലിയ കാര്യമാക്കി എടുക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് സ്റ്റിൽ ഡൗട്ട് ആയിട്ടാണ് ഫീൽ ആകുന്നത്. അത് മാത്രല്ല, ഹീറോ ആ സമയത്ത് അവനെ ടച്ച് ചെയ്തപ്പോ അവൻ ഏതോ ഒരു പെണ്ണിന്റെ പിന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ ഫ്യൂച്ചർ കണ്ടിരുന്നു. ഇനി അത് ഹീറോയിൻ ആണെങ്കിലോ എന്ന് കരുതിയിട്ട് നേരെ ഷോപ്പിലേക്ക് വന്ന് അവളെ തിരക്കിയാല് അവള് പുറത്തെവിടേക്കോ പോയെന്ന കാര്യം അറിയുന്നുണ്ട്. ഇവനും ടെൻഷനായി, അവൾ എവിടേക്കാ പോയതെന്ന് അറിയാമോ എന്ന് ചോദിച്ചാല് ഹീറോയിന്റെ വേറൊരു ഫ്രണ്ട്, ഹേയ് ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഓൾറെഡി തന്നെ ആളുണ്ട്, ഇനിയും എത്ര നാളെ നീ അവളുടെ പിന്നാലെ നടക്കുമെന്ന് ചോദിച്ചാല്, അയ്യോ അത് അങ്ങനെയല്ല, ഒന്ന് പറ, ഇത് അർജന്റ് ആണെന്ന് പറഞ്ഞാല് എനിക്കറിയില്ല, നീ അവളോട് തന്നെ കോള് ചെയ്ത് ചോദിക്കെന്ന് പറയുവാണ്. ഇത് കേട്ട് നമ്മുടെ ഹീറോയും വേഗം തന്നെ ഹീറോയിന് കോള് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഉടനെ അവളും ഞാൻ ഒരു പാർക്കിന്റെ അടുത്തേക്ക് വന്നിരിക്കുവാണ്, എന്താണെന്ന് ചോദിച്ചാല് ഹീറോ, പാർക്കിലോ, ഈ ടൈമിൽ നീ എന്തിനാ പാർക്കിൽ പോയത്, ശരി നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്ക്, ഞാൻ വേഗം തന്നെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞാല് നിൽക്ക് എനിക്കൊരു കോള് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് കോള് കട്ട് ചെയ്യുവാണ്. ഇത് കേട്ട് ഹീറോയും ഇവൾക്ക് ഈ ഗ്യാപ്പിലാണ് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിലോ എന്ന് പേടിച്ച് അവൻ വേഗത്തിലെ അവിടേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ഹീറോയെ നേരത്തെ കുത്തിയിട്ട് പോയ ഹീറോയിനെ ഫോളോ ചെയ്യുന്ന അവൻ ഹീറോയിന്റെ പിന്നാലെ വന്ന് അവളെ താഴേക്ക് തള്ളിയിടാനായിട്ട് നോക്കുന്നത്. പക്ഷെ കറക്റ്റ് ടൈമിൽ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ അയാള് കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങുവാണ്. പക്ഷെ കിട്ടിയ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്ത് അയാളെ ഹീറോ പിടിച്ച് തള്ളുന്നുണ്ട്. പക്ഷെ പിടിവലിയില് നമ്മുടെ ഹീറോയ്ക്ക് പരിക്ക് പറ്റുന്നുണ്ട്. അതിനുള്ളിലെ പോലീസുകാരും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം ഹീറോ ഇവിടേക്ക് എത്തുന്നതിന് മുമ്പേ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ എങ്ങനെയോ ഇപ്പോഴത്തേക്ക് അവര് സേഫ് ആയി കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഹീറോയിൻ വളരെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇവന് പരിക്ക് പറ്റിയിരിക്കുന്നത് കണ്ട് അവൾക്ക് ഒരുമാതിരി വിഷമാകുന്നുണ്ട്. എനിക്ക് വേണ്ടി നീ എന്തിനാ ഇങ്ങനെ റിസ്ക് എടുക്കുന്നതെന്ന് ചോദിച്ചാല് ഇപ്പൊ കൂടുതൽ ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ, വിടെന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. എന്നാലും ഹീറോയെ ഓർത്ത് ഹീറോയിന് ഒരു സമാധാനവും ഇല്ല. ഞാൻ കാരണമല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് അവന്റെ അടുത്തിരുന്ന് തന്നെ ഫീൽ ചെയ്ത് പറയുവാണ്. പക്ഷെ അവിടെ കൂടെ ഉണ്ടായിരുന്ന ബോയ് ഫ്രണ്ടിന് ഇത് തീരെ ഇഷ്ടാകുന്നില്ല. അതുകൊണ്ട് അവൻ ഒരുമാതിരി ഹീറോയെ നോക്കി പേടിപ്പിക്കുന്ന രീതിയിലാണ് നോക്കി നിൽക്കുന്നത്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും ഹീറോയ്ക്ക് കുറച്ച് ഭേദമാകുന്നുണ്ട്. അതുകൊണ്ട് അവൻ തിരികെ സ്റ്റോറിലേക്ക് ജോലിക്ക് വേണ്ടി വരുവാണ്. സോ അപ്പോ ആ സമയത്ത് അവരുടെ ഷോപ്പിലേക്ക് ഒരു ഫേമസ് ആയ മോഡലിംഗ് ചെയ്യുന്ന പെണ്ണ് വരാൻ പോകുന്നുണ്ടെന്ന് ഒരു ന്യൂസ് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ പെണ്ണിനെ എല്ലാവരും സേഫ് ആയിട്ട് നോക്കണം, സെക്യൂരിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞതും ആ മോഡലിംഗ് പെണ്ണും അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ കുറച്ചു കഴിഞ്ഞ് നോക്കിയാല് ഈ പെണ്ണിനെ അവിടെ എങ്ങും കാണുന്നില്ല. അവളെ കാണാനില്ലെന്ന് അറിഞ്ഞതും അവളുടെ അസിസ്റ്റന്റ് പയ്യൻ വളരെ ടെൻഷനായിട്ട് തേടാനായിട്ട് തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഹീറോയും ഇതറിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവരുടെ കൂടെ തേടി നോക്കുന്നുണ്ട്. പക്ഷെ എവിടെയും ആ പെൺകുട്ടിയെ കണ്ടുകിട്ടുന്നില്ല. സോ ഉടനെ ഹീറോയ്ക്കും വേറെ വഴിയില്ലാതെ അവൻ അസിസ്റ്റന്റ് പയ്യന്റെ കയ്യിൽ ടച്ച് ചെയ്ത് നോക്കിയാല് കാണാതെ പോയിട്ടുള്ള ആ പെണ്ണ് ഒരു സ്റ്റാച്ചുവിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നത് പോലെ കാണുന്നുണ്ട്.
ഇത് കണ്ട ഉടനെ തന്നെ നമ്മുടെ ഹീറോയും അസിസ്റ്റന്റ് പയ്യനും കൂടി നേരെ ആ പ്ലേസിലേക്ക് ചെന്നാല് കറക്റ്റ് ആയിട്ട് ആ പെൺകുട്ടി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. ഇവളെ കണ്ടതും അസിസ്റ്റന്റ് പയ്യൻ ഓടിച്ചെന്ന് നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചാല് സോറി, ഞാൻ അറിയാതെ ഇവിടേക്ക് വന്നു പോയതാണെന്ന് അവളും സോറി ചോദിക്കുവാണ്. അപ്പൊ അസിസ്റ്റന്റ് പയ്യനും തിരികെ പറയുവാണ്, മാഡം നിങ്ങളുടെ സേഫ്റ്റി ഞങ്ങളല്ലേ നോക്കേണ്ടത്, ഞങ്ങളുടെ ഡ്യൂട്ടി നല്ല രീതിയിൽ ചെയ്യാത്തതിന് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ആ പയ്യന് തിരികെ സോറി പറയുവാണ്. അതുമാത്രല്ല ഇവളെ കണ്ട് കിട്ടിയതും അസിസ്റ്റന്റ് പയ്യൻ എന്തോ ജീവൻ പോയി തിരികെ കിട്ടിയ പോലെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഇത് കണ്ട് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അസിസ്റ്റന്റ് പയ്യന് ആ മോഡൽ ഗേളിനെ ഇഷ്ടമാണെന്ന്. അതുമാത്രമല്ല ആ മോഡൽ ഗേളിനും തിരിച്ചും ആ പയ്യനെ വളരെ ഇഷ്ടമാണ്. പക്ഷെ അവരുടെ ഫീലിങ്സ് ഇതുവരെ അവർ തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അതുകൊണ്ട് ഹീറോ ആ മോഡലിംഗ് ഗേളിന്റെ അടുത്തേക്ക് വന്ന് നിങ്ങൾ എന്തിനെ കുറിച്ച് ഓർത്താണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നിങ്ങൾ എത്രയൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ളത് ഒളിപ്പിച്ചു വെക്കാൻ നോക്കിയാലും അത് എപ്പോഴെങ്കിലൊക്കെ പുറത്ത് വന്നിരിക്കും. അതായത് ആ മോഡൽ ഗേളിന് അസിസ്റ്റന്റ് പയ്യനെ നേരത്തെ തന്നെ വളരെ ഇഷ്ടമാണ്. അസിസ്റ്റന്റ് പയ്യനും തിരികെ ഇഷ്ടമാണെങ്കിലും അവളുടെ കരിയർ ഓർത്ത് വേണ്ട, ലവ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവളെ ഒന്ന് കാണാതെ പോയതും അവൻ വളരെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവന്റെ വെപ്രാളവും റിയാക്ഷനും ഒക്കെ കണ്ട് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അവനും ഇവളോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന്. അതിനെക്കുറിച്ച് തുറന്നു പറയാത്ത രീതിയിൽ സംസാരിച്ചതും ആ മോഡൽ ഗേളിനും കാര്യം മനസ്സിലാകുന്നുണ്ട്. നമുക്കുള്ളത് പോലെയുള്ള ഫീലിങ്സ് അസിസ്റ്റന്റ് പയ്യനും അവളോട് തിരിച്ചുണ്ടെന്ന്. അതുകൊണ്ട് ഹീറോയോട് താങ്ക്സ് പറഞ്ഞ് അവനൊരു ഹഗ്ഗും കൊടുത്തിട്ട് പോയതും ഇത് കാണുന്ന നമ്മുടെ ഹീറോയിന് ഇഷ്ടമാകുന്നില്ല. ചെറിയൊരു പൊസസീവ്നെസ് സ്റ്റാർട്ട് ആകുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോ നോട്ടീസ് ചെയ്ത് ഹേയ് നീ തെറ്റിദ്ധരിക്കരുത്, അവള് താങ്ക്സ് പറയാൻ വേണ്ടിയാണ് അങ്ങനെ ബിഹേവ് ചെയ്തത് എന്ന് പറഞ്ഞാല് ഹീറോയിനും അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മുഖം തിരിച്ച് അവിടെ നിന്ന് പോയി കളയുവാണ്. നെക്സ്റ്റ് ഹീറോ വിചാരിക്കുന്നുണ്ട് നമ്മളിപ്പോ ഹീറോയിനെ സേഫ് ചെയ്തില്ലേ, ഇനി അവൾക്ക് യാതൊരു ആപത്തും വരില്ലായിരിക്കും. സോ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി, ഇനി എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവന്റെ ആ ഷോപ്പിലെ വർക്കും അവൻ നിർത്തുന്നുണ്ട്. പക്ഷേ ഹീറോ ഷോപ്പിലേക്ക് വരാതെ ആയതും ഹീറോയിന് അവനെ വളരെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷെ അവൾക്ക് അവൻ വർക്ക് വിട്ടു പോയ കാര്യം അറിയില്ല. എന്തായത് ഇത്ര നാൾ അവൻ ജോലിക്ക് വരുന്നില്ല, പെട്ടെന്ന് ഇത് എവിടേക്കാ കാണാതെ പോയതെന്ന് അവള് ചിന്തിക്കുവാണ്. അപ്പോഴാണ് ഓണർ ലേഡി വന്ന് പറയുന്നത് അവൻ ജോലി വിട്ടു പോയെന്ന്. ഇത് കേട്ടതും ഹീറോയിന് അപ്സെറ്റ് ആകുന്നുണ്ട്. എന്താ അവൻ ഒരു വാക്ക് പോലും പറയാതെ പെട്ടെന്ന് പോയതെന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ ഇവിടെ ഹീറോയ്ക്കും അവളെ ഒരു വിധത്തിൽ മിസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ നേരെ അവന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് വരുമ്പോ ഹീറോ ആദ്യം തന്നെ ഒരു പെൺകുട്ടിയെ കണ്ട് ഫ്യൂച്ചർ പറഞ്ഞില്ലേ, ആ പെൺകുട്ടി വന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെ എന്റെ ലൈഫ് ഇപ്പോ നല്ല രീതിയിലാണ് സന്തോഷമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് കേക്ക് കൊടുക്കാനായിട്ട് വന്നാല് ഹീറോ ഓൾറെഡി തന്നെ ബാഡ് മൂഡിലാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് അവൻ അധികം സംസാരിക്കാതെ അവിടെ നിന്ന് നടന്നു പോകുവാണ്. കട്ട് ചെയ്താലെ നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. അപ്പോഴും നമ്മുടെ ഹീറോയിൻ ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവൾക്ക് ഹീറോയെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ആ മോഡലിംഗ് ഗേളും അസിസ്റ്റന്റ് പയ്യനും വന്ന് ഹീറോയെ അന്വേഷിക്കുന്നത്. അപ്പോഴാണ് ഹീറോ ഷോപ്പിൽ നിന്ന് പോയ കാര്യം അറിയുന്നത്. ഉടനെ തന്നെ ആ പെണ്ണെ ഹീറോവിന്റെ അടുത്തേക്ക് വന്ന് എനിക്കൊരു കാര്യം നല്ല പോലെ മനസ്സിലായി, അതെന്താണെന്നാല് ഹീറോയ്ക്ക് നിന്നോട് ലവ് ഉണ്ട്. കാരണം അന്ന് അവൻ എന്റെ ലവിനെ കുറിച്ച് അഡ്വൈസ് തരുമ്പോഴൊക്കെ അവന്റെ കണ്ണ് മുഴുക്കെ നിന്റെ മേലെ ആയിരുന്നു. ഇതിൽ നിന്ന് അവന് നിന്നോട് ഫീലിങ്സ് ഉണ്ടെന്ന് മനസ്സിലായെന്ന് പറഞ്ഞതും ചുമ്മാ ഇരുന്ന നമ്മുടെ ഹീറോയിന്റെ മനസ്സ് ഇപ്പോൾ പിന്നെയും വളരെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. എന്നാലും അവൾ അവളുടെ ഉള്ളിൽ തന്നെ ചിന്തിക്കുവാണ് നമുക്ക് വേണ്ടി ഒരുത്തൻ ഇത്രയും കെയർ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, എങ്കിൽ അവനെ ഒന്ന് പോയി മീറ്റ് ചെയ്താൽ എന്താ കുഴപ്പമെന്ന്. കറക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് അപ്പൊ കോള് ചെയ്യുന്നത്. ഉടനെ ഇപ്പോഴാണ് അവള് റിയലൈസ് ചെയ്യുന്നത്, അല്ല നമുക്ക് ഓൾറെഡി തന്നെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അങ്ങനെയുള്ളപ്പോ വേറൊരു പയ്യനെ കുറിച്ച് ചിന്തിക്കുന്നത് ശരിയാണോ എന്ന് അവൾ ഒന്നുകൂടെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. അവസാനം അവനെ മീറ്റ് ചെയ്യാമെന്ന തീരുമാനം അവള് മാറ്റി വെക്കുവാണ്. ചെയ്താല് നെക്സ്റ്റ് ഡേ മുതൽ നമ്മുടെ ഹീറോ ആരുടെയും ഫ്യൂച്ചർ ഇനി ഞാൻ നോക്കില്ലെന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ട് അവിടെ നിന്ന് നിർത്തിപ്പോയതും നിറയെ കസ്റ്റമേഴ്സ് ഇവനെ തേടി വരുന്നുണ്ട്. പക്ഷേ ബിസിനസ് നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയ്ക്ക് പകരം ഫ്രണ്ട് ആണ് എല്ലാവരെയും അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ അതേപോലെ ഒരു പെണ്ണ് വന്നതും ഉടനെ ഹീറോയുടെ ഫ്രണ്ട് വന്നിരുന്ന് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കുറെ നാളുകളായിട്ട് ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ, അവരെ നിങ്ങൾ വിട്ടേക്ക്, അവര് സത്യമായിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാല് എന്ത് ഭർത്താവ് ചീറ്റ് ചെയ്യുന്നെന്നോ, 40 വയസ്സായി ഇതുവരെ കല്യാണമായിട്ടില്ല, അതെന്താണെന്ന് നോക്കാൻ വന്നാല് നിങ്ങൾ എന്തൊക്കെയോ പറയുന്നു, എന്താടോ പറ്റിച്ച് പണം തട്ടാനുള്ള പരിപാടിയാണല്ലേ, ഫ്രോഡുകൾ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ്. ആ സമയത്ത് മുമ്പ് കേക്കുമായിട്ട് ഹീറോയെ കാണാൻ വന്നില്ല ഒരു പെൺകുട്ടി, അവൾ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ശരി ഓക്കെ, അവർക്ക് എന്താ പ്രശ്നം, അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പവർ കിട്ടിയത്, അവരെങ്ങനെയാണ് ഫ്യൂച്ചർ കാണുന്നത് എന്ന് ചോദിച്ചാല് ഫ്രണ്ട് പറയും അത് അവൻ ചെറിയ വയസ്സായിരുന്നപ്പോ അവന്റെ ഫാമിലിയുമായിട്ട് ഒരു ട്രിപ്പ് പോയിരുന്നു.
പക്ഷെ ആ ടൈമിൽ ഒരു വലിയ ആക്സിഡന്റ് സംഭവിച്ചു. അതിൽ നിന്നാണ് അവൻ ആ പവർ കിട്ടിയത്. പക്ഷെ ആ ആക്സിഡന്റില് അവന്റെ മൊത്ത ഫാമിലിയും മരിച്ചു പോയെന്ന് പറഞ്ഞതും ഇത് കേൾക്കുന്ന ആ പെൺകുട്ടിക്കും വളരെ കഷ്ടമാകുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ വളരെ ശോകത്തോടെ കയ്യിൽ ആ ഡ്രോണും വെച്ചിട്ട് ഹീറോയിൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു ടവറിനെ കുറിച്ച് പറഞ്ഞില്ലേ, പ്രൊപ്പോസ് ചെയ്താല് ജീവിതകാലം മുഴുക്കെ ഒരുമിച്ച് ജീവിക്കാമെന്നൊക്കെ, ആ ടവറിലേക്ക് വരുന്നുണ്ട്. വരിക മാത്രമല്ല, ഒരു ലോക്കില് ഹീറോയിന്റെ നെയിം എഴുതി അവിടെ പൂട്ടിയും വെക്കുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് അവിടേക്ക് നമ്മുടെ ഹീറോയിൻ വരുന്നത്. അല്ല, നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് അത് ഞാൻ വെറുതെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് അവൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോ ആ ടവറില് നിറയെ കപ്പിൾസ് വരുന്നുണ്ട്. അവരെല്ലാവരും ഇവരെ ക്യൂട്ട് കപ്പിൾസ് എന്ന പോലെ നോക്കി നിൽക്കാനായിട്ട് തുടങ്ങുവാണ്. ഉടനെ ഹീറോയും നമ്മളെ എല്ലാവരും ഒരുമാതിരി നോക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ നമുക്കും ഒരു ലവേഴ്സിനെ പോലെ ആക്ട് ചെയ്താൽ എന്താ എന്ന് പറഞ്ഞാല് ഹീറോയിനും തുടക്കത്തിലെ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ഒടുക്കം ശരി ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ട് ഇവര് കപ്പിൾസിനെ പോലെ ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇവർ എത്രയൊക്കെ ആക്ട് ചെയ്യുന്ന പോലെ ആയിരുന്നാലും പോകെ പോകെ ഒരു റിയൽ കപ്പിൾസിനെ പോലെയാണ് ഇവർ പെരുമാറുന്നത്. അതുപോലെ തന്നെ അവരുടെ ആ മൊമെന്റ്സും അവർ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ എത്രയൊക്കെ അവനെ കാണണ്ട എന്ന് അവോയ്ഡ് ചെയ്താലും വിധി എന്നെ അവന്റെ അടുത്തേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത് എന്ന പോലെ ചിന്തിക്കുകയാണ്. അങ്ങനെ അവർ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ടവറിൽ പെട്ടെന്ന് ഒരു ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ടതും നമ്മുടെ ഹീറോയിൻ എന്തോ വിഷമത്തോടെ അത് തന്നെ കേട്ടുകൊണ്ടേ നിൽക്കുവാണ്. പക്ഷെ പെട്ടെന്ന് നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ഹീറോയ്ക്ക് പെട്ടെന്ന് നമ്മുടെ ഹീറോയിന്റെ ഫ്യൂച്ചർ കാണാൻ പറ്റുന്നുണ്ട്. അവള് പിന്നെയും മരിച്ചു പോകുന്ന പോലെയാണ് അവൻ കാണുന്നത്. ഇത് കണ്ടതും അവൻ ആകെ പേടിച്ചു പോകുന്നുണ്ട്. എന്തായത് ഇപ്പോഴിങ്ങനെ തന്നെ കാണിക്കുന്നേ? അങ്ങനെയാണെങ്കിൽ ഇനിയും ഇവൾക്ക് ആപത്തുണ്ടോ എന്ന് ചോദിച്ച് അവൻ ഷോക്കായാല് ഹീറോ പെട്ടെന്ന് ഹീറോയിനെ കിസ് ചെയ്തത് കൊണ്ട് അവൾ ഒരുമാതിരി അപ്സെറ്റ് ആയിട്ട് അവിടെ നിന്ന് പോയി കളയും. പക്ഷേ നമ്മുടെ ഹീറോ ഇപ്പോ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്താ ഇങ്ങനെ? ഇനിയും അവൾ ആരോ കൊല്ലാനായിട്ട് ട്രൈ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. അതാരായിരിക്കുമെന്ന് അവൻ ചിന്തിച്ചിട്ട് നടന്നു വരുമ്പോ ഹീറോയിന് മുമ്പ് കൊല്ലാനായിട്ട് ട്രൈ ചെയ്തില്ലേ അയാള് ഹീറോയിന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ സംസാരിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ട്. ഇത് കണ്ട ഹീറോയും നമ്മൾ ഇവനെ പിടിച്ച് ജയിലിലിട്ടതല്ലേ, അല്ല പിന്നെ എങ്ങനെ ഇവൻ പുറത്തേക്ക് വന്നത്? അല്ല ഇവന്റെ കൂടെ ഹീറോയിന്റെ ബോയ് ഫ്രണ്ടിന് എന്താ കാര്യം? ഇവര് തമ്മിലുള്ള കണക്ഷൻ എന്തായിരിക്കും എന്ന് അവനിപ്പോ നമ്മുടെ ഹീറോയിന്റെ ബോയ് ഫ്രണ്ടിന്റെ മേലെ ഡൗട്ട് വരാൻ തുടങ്ങുവാണ്. നെക്സ്റ്റ് അവൻ അവന്റെ ഫ്രണ്ടിനെ കോൾ ചെയ്ത് ഇവൻ എങ്ങനെയാണ് റിലീസ് ആയതെന്ന് ചോദിച്ചാല് അവന്റെ ഫ്രണ്ടും അന്വേഷിച്ചറിഞ്ഞിട്ട് അവൻ ജസ്റ്റ് ഒരു പെണ്ണിനെ കൊല്ലാനല്ലേ ട്രൈ ചെയ്തോളൂ, കൊന്നില്ലല്ലോ, സോ അതുകൊണ്ട് ആരോ ഇവനെ ഈസി ആയിട്ട് ബെയിലിലെടുത്തു, പക്ഷെ അതാരാണെന്ന് അറിയില്ല എന്ന് പറയുവാണ്. ശരി ഓക്കെ, നീ ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് അവനെ കുറിച്ചൊന്ന് അന്വേഷിച്ച് അറിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞതും ഫ്രണ്ടും ഓക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ തന്നെ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ഹീറോയിന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്ത് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് തനിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആ ഹീറോയിന്റെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ചോദിക്കുവാണ്. അപ്പൊ അവളും അവനെന്തോ ഒരു വലിയ കമ്പനി നടത്തുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ആ കമ്പനിയെ പറ്റി എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല, ഈ കാർഡ് മാത്രമേ എന്റെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ കാർഡും അവന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവര് ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനിടയിൽ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാല് ഹീറോയിനെ കൊല്ലാൻ നോക്കിയില്ലേ അവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഇവനെ പറ്റിയെങ്കിലും എന്തെങ്കിലും വിഷയം അറിയാൻ പറ്റിയാലോ എന്ന് പറഞ്ഞ് നോക്കിയാല് ഒരു ദിവസം നൈറ്റ് ഹീറോ അവനെ ഫോളോ ചെയ്ത് പോകുമ്പോ പെട്ടെന്ന് ഒരു ട്രക്ക് വന്ന് അവനെ ഇടിച്ചിട്ടിട്ട് പോകുവാണ്. അയാളും ആ സ്പോട്ടിലെ തന്നെ മരിച്ചു പോകുന്നുണ്ട്. ഇത് കണ്ട ഹീറോയ്ക്ക് അടുത്ത ഷോക്ക് ആകുന്നുണ്ട്. എന്താ ഇത്, ഇവനെ വെച്ച് എന്തെങ്കിലും ക്ലൂ കണ്ടുപിടിക്കാന്ന് കരുതിയാല് ഇവനെന്താ ഇങ്ങനെ മരിച്ചു പോയതെന്ന് അവൻ ആകെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. ഇപ്പോ ഇതെല്ലാം അവന്റെ ഫ്രണ്ടിനോട് വന്ന് പറഞ്ഞ് പുലമ്പിയതും ഇവർക്ക് രണ്ടുപേർക്ക് ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്നാലും ഹീറോ ഗിവപ്പ് ചെയ്യാനായിട്ട് തയ്യാറല്ല. എങ്ങനെയെങ്കിലും ഹീറോയിന്റെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അതനുസരിച്ച് അവനൊരു ഡെലിവറി ബോയുടെ ഗെറ്റപ്പില് ബോയ് ഫ്രണ്ടിന്റെ കമ്പനിക്കുള്ളിൽ കയറുന്നുണ്ട്. അവൻ സസ്പിഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും മൂവ്മെന്റ് നടത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നീട് വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് ഏതോ ഒരു പെണ്ണിന്റെ കൂടെ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടിരുന്ന് സംസാരിക്കുന്നത് കാണുന്നത്. ഇതവൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ചോദിച്ചാലും അവൻ വാ തുറന്ന ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. സോ അത് കണ്ട് ഹീറോ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാല് ആ ബോയ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്ത ആ പെണ്ണില്ലേ അവളെ പോയി കണ്ട് നിങ്ങൾ ആരാണ്, അവന് നിങ്ങൾക്കും എന്താണ് കണക്ഷൻ എന്ന് ചോദിക്കും. അതിന് ആ പെണ്ണും അതിന് നീ ആരാ, നിന്നോട് എന്തിനാ ഞാൻ അതൊക്കെ പറയുന്നതെന്ന് ചോദിക്കുവാണ്. നോക്ക്, നിങ്ങളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ഫ്രണ്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. പ്ലീസ് പറയൂ, നിങ്ങൾക്കും അയാൾക്കും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചാല്
ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ റിലേഷൻ ഒന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഇൻഷുറൻസ് കമ്പനിയിലെ പാർട്ട്നേഴ്സ് ആണ്. സോ ബിസിനസിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. എന്താ നിനക്കും എന്തെങ്കിലും ബിസിനസ്സിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടേ ഒരുമാതിരി ഹീറോയെ വന്ന് ടച്ച് ചെയ്താല് അവളുടെ ഫ്യൂച്ചർ ഇവന് കാണാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് ആ പെണ്ണ് ആരെയോ കിസ് ചെയ്യാൻ പോകുന്ന പോലെ കാണുവാണ്. പക്ഷെ അയാൾ ആരാണെന്ന് ഇവന് കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഇത്രയൊക്കെ ഡൗട്ട് വരുന്ന രീതിയിൽ ബോയ് ഫ്രണ്ടിനെ കാണുന്നത് കൊണ്ടും ഹീറോയ്ക്ക് ഇനിയും അവന്റെ മേലെ ഡൗട്ട് വരാനായിട്ട് തുടങ്ങുവാണ്. അപ്പോഴാണ് ആ സമയത്ത് ഹീറോയുടെ ഫ്രണ്ട് കോൾ ചെയ്ത് ഒരു വിഷയം പറയാനുണ്ട് ബ്രോ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഞാൻ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹീറോയിനെ കൊല്ലാൻ നോക്കിയ അയാള് ജയിലിൽ നിന്ന് ബെയിലിൽ ഇറക്കിയത് ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് തന്നെയാണ്. ഇവര് തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞതും ഹീറോ ഇത് കേട്ട് ഷോക്കായി. ഉടനെ തന്നെ നമ്മുടെ ഹീറോയിനെ കാണാനായിട്ട് ഷോപ്പിലേക്ക് വരുന്നുണ്ട്. ആ സമയത്താണ് കറക്റ്റ് ആയിട്ട് ബോയ് ഫ്രണ്ടും അവിടേക്ക് വരുന്നത്. അവൻ ഹീറോയോട് ഹേയ് നീ ആരാ, നീ എന്തിനാ ആവശ്യമില്ലാതെ എന്റെ ക്ലയന്റിനോട് എന്നെ കുറിച്ച് അന്വേഷിക്കുന്നെന്ന് ചോദിച്ചാല് ഹീറോ തിരിച്ച് ഹേയ് നീ നല്ലവനെ പോലെ അഭിനയിക്കൊന്നും വേണ്ടടാ, എന്തോ ഇവളോട് വളരെ സ്നേഹമുള്ള പോലെ ബിഹേവ് ചെയ്യുന്നുണ്ടല്ലോ നീ, പിന്നെ നീ എന്തിനാ ഇവളെ അറ്റാക്ക് ചെയ്യാൻ വന്നവന്റെ കൂടെ തന്നെ ചെന്ന് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാല് ബോയ് ഫ്രണ്ട് ഹേയ് നീ എന്തോ എല്ലാം അറിയുന്നവനെ പോലെ സംസാരിക്കണ്ട, അവൻ ഒരു വട്ടം എന്റെ അടുത്ത് നിന്ന് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്, ഇതിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറൊരു കണക്ഷൻ ഇല്ലെന്ന് പറഞ്ഞ് ഹീറോയോട് തല്ല് പിടിക്കാനായിട്ട് വരുവാണ്. ആ സമയത്ത് ഹീറോ അവനെ ടച്ച് ചെയ്താല് ഇവന്റെ ക്ലയന്റ് എന്ന് പറഞ്ഞില്ല ഒരു ലേഡി, അവളുമായിട്ട് ഈ ബോയ് ഫ്രണ്ട് കിസ് ചെയ്യുന്നത് പോലെ അവൻ ഫ്യൂച്ചർ കാണുന്നുണ്ട്. സോ ഇപ്പൊ ഹീറോയ്ക്ക് നല്ല പോലെ മനസ്സിലായി ഇവൻ നമ്മുടെ ഹീറോയിനെ ചീറ്റ് ചെയ്യുന്നുണ്ടെന്ന്. നെക്സ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഹീറോ അവന്റെ ഫ്രണ്ടിനോട് വന്ന് പറഞ്ഞാല് ബ്രോ നീ പറഞ്ഞത് കൊണ്ട് ഞാൻ കുറച്ച് ഡീപ്പായിട്ട് അവനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. അതായത് ഈ ബോയ് ഫ്രണ്ട് അറ്റാക്ക് ചെയ്യാൻ വന്നവനെ കൊണ്ട് ഒരു പോളിസി എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവര് തമ്മിൽ കുറെ നാളുകളായിട്ട് കണക്ഷനും ഉണ്ടായിരുന്നു. അറ്റാക്ക് ചെയ്തവൻ മരിച്ചതിന് ശേഷം അവന്റെ പേരിൽ നിറയെ പോളിസി ഫണ്ടും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതും ഹീറോ അങ്ങനെയാണെങ്കിൽ ആ പണം ആർക്കാർക്കും കിട്ടിയിട്ടുണ്ടാകുക, ശരി ഈ ഒരു കാര്യം കൂടി നീ അന്വേഷിക്കണം, നമ്മുടെ ഹീറോയിന്റെ പേരിൽ എന്തെങ്കിലും പോളിസി ഉണ്ടോന്ന്, അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ എന്തായാലും ആ ബോയ് ഫ്രണ്ട് തന്നെ ആയിരിക്കും എന്ന് പറയുവാണ്. നെക്സ്റ്റ് ഡേ നമ്മുടെ ഹീറോയിനെ കണ്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാമെന്ന് കരുതി ഷോപ്പിലേക്ക് വന്നാല് ഹീറോ ഫസ്റ്റ് ഫ്യൂച്ചർ നോക്കിയില്ലേ, അവന് കേക്ക് കൊണ്ടുവന്നില്ലേ ഒരു പെണ്ണ്, ആ പെണ്ണ് അവിടെ നിൽക്കുന്നുണ്ട്. അവൾ ഇവനെ കണ്ടതും പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്നുണ്ട്. അല്ല നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ, നിങ്ങൾ ഇവിടെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലെന്ന് പറഞ്ഞിട്ട് അവന്റെ ഫ്യൂച്ചർ നോക്കാൻ കഴിവുള്ള പവർ ഇല്ലേ അതിനെ കുറിച്ച് സംസാരിച്ചാല് ഇത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോയിൻ കേട്ടുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവൾക്ക് അത് ഇവനെ നമ്മൾ മുമ്പ് എവിടേക്കോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. ജോലിക്കാരനാണ് ഇവനെന്ന് ഇപ്പൊ ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുമല്ല അവള് വളരെ ടെൻഷനായി എന്തിനാ നീ ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ചാല് ഹീറോയും അത് പിന്നെ നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് അവൻ പറയാനായിട്ട് വരുന്നുണ്ട്. ഉടനെ അവള് നീ ശരിക്കും എന്നെ പറ്റിച്ചു, നീ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയേയില്ല, നീ ഇത്ര നാളും എന്തോ ഒരു സാധാരണ പയ്യനെ പോലെ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്, നിനക്കിത് എന്നോട് മുൻപേ തന്നെ പറയാറുന്നില്ലേ, എന്നോട് നീ ഇനി സംസാരിക്കണ്ട, എനിക്ക് നിന്നെ കാണാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവൾ അവിടെ നിന്ന് നടന്നു പോകുവാണ്. പാവം ഹീറോയ്ക്ക് ഇപ്പോ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ദെൻ അന്ന് ഈവനിങ് ഹീറോയിനും അവളുടെ ഫ്രണ്ടും കൂടി ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും. അപ്പോ പെട്ടെന്ന് ഒരു സുന്ദരനായ പയ്യൻ കയറി വന്ന് പാട്ട് പാടിക്കൊണ്ട് നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടിനെ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടതും ഇവൾക്ക് പെട്ടെന്ന് ഹീറോ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹീറോ ഫ്രോഡ് അല്ല, അവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് പറഞ്ഞിട്ടേ അവൾ ഉടനെ തന്നെ നമ്മുടെ ഹീറോയെ മീറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. നീ കള്ളമല്ല ചെയ്തത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോ ഹീറോയും അതെ ശരിയാണ്, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചാല് നീ പറയാമോ, ഹീറോയിൻ എന്തെങ്കിലും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് അതെ എടുത്തിട്ടുണ്ടല്ലോ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവൾ എടുത്തിട്ടുണ്ട്, അതും അവളുടെ ബോയ് ഫ്രണ്ട് ആണ് അത് എടുപ്പിച്ചതെന്ന് പറഞ്ഞാല് ഹീറോയ്ക്ക് ഇപ്പോ നല്ല പോലെ ക്ലിയർ ആയി. ഇൻഷുറൻസ് പണം തട്ടാൻ വേണ്ടിയാണ് അവൻ എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഉടനെ ഹീറോയും ശരി ഹീറോയിനെ കണ്ട് സംസാരിക്കണം എത്രയും പെട്ടെന്ന് പറഞ്ഞിട്ടേ അവളെ തേടി വന്നാല് അവള് ബോയ് ഫ്രണ്ടിന്റെ കൂടെ എവിടെയോ പോയിരിക്കുവാണെന്ന് അറിയുന്നുണ്ട്. ഈ സമയത്താണ് ബോയ് ഫ്രണ്ട് ഹീറോയിനെയും കൂട്ടി എന്തോ ഒരു ഡേറ്റ് എന്ന പേരിൽ ഒരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവളെ ഡ്രിങ്ക് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുവാണ്. അവള് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും സ്നേഹം കാണിച്ച് അവളെ ഓവറായിട്ട് കുടിപ്പിക്കാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതെന്താണെന്ന് നോക്കിയാല് ഇവൻ ആ ഒരു പാർട്ട്ണർ പെണ്ണിന്റെ കൂടെ ചേർന്ന് ഹീറോയിനെ ചീറ്റ് ചെയ്യുന്നില്ലേ, ആക്ച്വലി അവളാണ് ഹീറോയിനെ കൊല്ലാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഹീറോയിന്റെ പേരിലുള്ള ഇൻഷുറൻസ് മൊത്തമായിട്ട് ഇവർക്ക് തട്ടിയെടുക്കണം, അതിനുവേണ്ടി ഹീറോയിനെ കൊല്ലണം. സോ നീ അവളെ സ്നേഹം കാണിച്ച് കൂട്ടിക്കൊണ്ടുപോയി അവളെ നല്ല പോലെ കുടിപ്പിച്ചിട്ട് ഏതെങ്കിലും സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് തള്ളി താഴെയിട്ടേക്ക്, അങ്ങനെ അവള് മരിച്ചാലും അതൊരു ആക്സിഡന്റ് ആയിട്ടേ തോന്നുമെന്ന് ഇവളാണ് മൊത്ത പ്ലാൻ ഇട്ടിരിക്കുന്നത്.
സോ അതനുസരിച്ചാണ് ഇവനും ഇപ്പൊ ഇവള് ഓവറായിട്ട് കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ഹീറോയും ഫ്രണ്ട്സും ഹീറോയിനെ തേടി ഇറങ്ങിയിരിക്കുവാണ്. ആ സമയത്ത് ഹീറോയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്, ഇനി ഹീറോയിൻ ആ ബോയ് ഫ്രണ്ടിനെ കൂട്ടി ആ ടവർ ഉള്ള പ്ലേസിലേക്കാണ് പോയിരിക്കുന്നെങ്കിലോ എന്ന്. സോ ഉടനെ തന്നെ ഹീറോ ആ ടവർ ഉള്ള പ്ലേസിലേക്കും പോകാനായിട്ട് തുടങ്ങുവാണ്. ഇതേ സമയത്താണ് ബോയ് ഫ്രണ്ട് ഹീറോയിനെ കുടിപ്പിച്ച് ബോധം പാതിയാക്കി ആ ടവറിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത്. എന്നിട്ട് അവൻ ഒരു റിംഗ് എടുത്ത് കാട്ടി എന്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കാമോ എന്ന് പറഞ്ഞ് പ്രൊപ്പോസും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിന് ആ സമയത്ത് നമ്മുടെ ഹീറോയുടെ ഓർമ്മയാണ് വരുന്നത്. അവളുടെ ഉള്ളില് ശരിക്കും ഹീറോയോടുള്ള ലവ് ആണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് അവളെ കൊണ്ട് അവന്റെ ആ റിംഗും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇപ്പൊ എന്റെ മനസ്സ് ശരിയല്ല, സോ എനിക്ക് ഇനിയും കുറച്ച് ടൈം വേണമെന്ന് പറഞ്ഞാല് ഉടനെ അവൻ നിനക്ക് ഞാൻ ഇനിയും എത്ര ടൈം തരും, ഇനിയും എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയും. ഇവൾക്കാണേലും ഒന്നും മനസ്സിലാകുന്നില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാല് ഇവനാട്ടെ ഒരു വില്ലനെ പോലെ ചിരിച്ചിട്ട് നീ എന്താ ഇത്ര മണ്ടിയായി പോയത്, ഇത്ര നാള് ഞാൻ നിന്നെ ജസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്, നിന്നോട് ഞാൻ അഭിനയിക്കുമായിരുന്നു, എല്ലാം ആ ഇൻഷുറൻസ് പണത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞതും ഹീറോയിനെ കൊണ്ട് ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവള് ഷോക്കായി പോയി നിൽക്കുവാണ്. അപ്പൊ അവനും ഓക്കെ, നിനക്കിപ്പോ എന്നെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അറിയാം, ഇനിയും നീ ജീവനോടിരുന്നാല് അതെനിക്ക് തലവേദനയാണ്, അതുകൊണ്ട് നീ ചത്തുപോ എന്ന് പറഞ്ഞിട്ടേ അരമയക്കത്തിലുള്ള അവളെ മേലെ നിന്ന് താഴെ തള്ളിയിടാനായിട്ട് നോക്കിയാല് കറക്റ്റ് ആയിട്ട് അവിടേക്ക് നമ്മുടെ ഹീറോ വന്ന് ഇടയ്ക്ക് കയറി തടുത്തു നിർത്തുന്നുണ്ട്. എന്നിട്ട് ഹീറോയിനെ നോക്കി നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചാല് താഴെ വീണ ആ ബോയ് ഫ്രണ്ട് എഴുന്നേറ്റ് വന്ന് ഇവര് രണ്ടുപേരെയും ചവിട്ടുവാണ്. പക്ഷെ പെട്ടെന്ന് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയാല് ഹീറോയിൻ ഹീൽസ് ഇട്ടിരിക്കുന്നത് കൊണ്ട് അവൻ വീഴാൻ പോകുമ്പോ ഇവളുടെ കാല് സ്ലിപ്പായി അവളും കൂടി താഴേക്ക് വീഴുവാണ്. പക്ഷെ സ്റ്റെപ്പിലേക്ക് പാതി വെച്ച് ഹീറോയിൻ എങ്ങനെയോ ബാലൻസ് ചെയ്ത് പിടിച്ചു കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് ഗ്രിപ്പ് ഒന്നും കിട്ടാതെ അവൻ മൊത്ത സ്റ്റെപ്പും ഉരുണ്ടുരുണ്ട് താഴേക്ക് തലയടിച്ച് വന്ന് വീഴുവാണ്. ഭയങ്കരമായിട്ട് പരുക്കും പറ്റുന്നുണ്ട്. ഇത് കണ്ട ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഹീറോയിൻ ഓടി വന്ന് നോക്കുമ്പോ അവന്റെ തലയിൽ നിന്ന് നിറയെ രക്തം പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവൾ ഓടി വന്ന് അവനെ എടുത്തിട്ട് നീ എന്തിനാ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇത് ഞാൻ കാരണമാണല്ലോ എന്ന് പറഞ്ഞ് അവള് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുവാണ്. അപ്പോ ഹീറോ ചെറുതായി ഒന്ന് ചിരിച്ചിട്ട് നിന്നോട് ഞാൻ ഹീൽസ് ധരിക്കല്ലേ ഷൂ ഇടണം എന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാ നീ അത് ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ച് പെട്ടെന്ന് അവൻ കണ്ണു മൂടുവാണ്. നമ്മുടെ ഹീറോയിന് ഹീറോയുടെ അവസ്ഥ കണ്ടിട്ട് താങ്ങാനേ പറ്റുന്നില്ല. അവിടെ നിന്ന് കട്ട് ചെയ്താല് കുറച്ച് നാളുകൾക്ക് ശേഷം എന്താണ് നടക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഇപ്പോ നമ്മുടെ ഹീറോ ഒരു ഹോസ്പിറ്റലാണ് ഉള്ളത്. അവന്റെ പരിക്കൊക്കെ മാറി ഇപ്പോ നോർമലായി ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും കൂടെയുള്ള പേഷ്യൻസിന് അവരുടെ ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് അവൻ ഇപ്പോഴും നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ആ സമയത്ത് ഹീറോയിൻ കയറി വന്ന് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോകും. എന്നിട്ട് അവൾ ഒരു ന്യൂസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ നിറയെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്തതിന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞ് നോക്ക്, ഇവൻ എന്റെ പേരിൽ 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്ത് എന്നെ കൊന്നിട്ട് അങ്ങനെ ആ പണം മുഴുക്കെ തട്ടാനായിരുന്നു പ്ലാൻ എന്ന് പറഞ്ഞതും ഹീറോ എന്തായാലും അവൻ അർഹിച്ച ശിക്ഷ തന്നെയാണ് അവന് കിട്ടിയിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, നിനക്കിനിയും നിന്റെ ഫ്യൂച്ചറിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ ആഗ്രഹമില്ലേ, ഞാൻ അത് നോക്കി പറയട്ടെ എന്ന് ചോദിച്ചാല് എന്ത് നീ ഫ്യൂച്ചർ നോക്കി പറയാൻ പോകുന്നെന്നോ, എങ്ങനെയെന്ന് ചോദിച്ചാല് ദാ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ കിസ് ചെയ്യുന്നതോട് കൂടിയാണ് ഈ കഥ അവസാനിക്കുന്നത്. സോ ഗായ്സ്, എല്ലാവർക്കും ഈ ഡ്രാമ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഇതേപോലുള്ള മറ്റൊരു അടിപൊളി ഡ്രാമയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.